ഈ പോർട്ടലിൽ എക്സാം രജിസ്ട്രേഷൻ എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് നിങ്ങളെ സൈൻ ഇൻ SBTൻ്റെ പോർട്ടലിൽ തന്നെ സൈൻ ഇനിൽ കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ID-യും ലോഗിൻ ID എന്ന് പറയുന്നത് നിങ്ങളെ മൊബൈൽ നമ്പർ ആയിരിക്കും. അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്വേഡും കൊടുക്കുക. ദെൻ അതിൽ നിങ്ങൾ അതിൻ്റെ ക്യാപ്ച എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഇതിലേക്കായിരിക്കും ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങളെ ഫോണിൽ വരുന്നത്. നിങ്ങൾക്ക് ഫോണിലും ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് കഫേയിൽ പോയിട്ടും എക്സാം രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നേരം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ GPay വഴി ഒരിക്കലും എക്സാം രജിസ്റ്റർ ചെയ്യാൻ നിൽക്കരുത്. മിക്കവാറും കുട്ടികൾക്ക് പൈസ നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കൈവശമുള്ള ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് റീട്രൈ രജിസ്ട്രേഷൻ എന്നും പറഞ്ഞിട്ട് കാണാൻ പറ്റും. നവംബർ ഡിപ്ലോമ എക്സാമിനേഷൻ റിവിഷൻ 21 നവംബർ 2024 സെമസ്റ്റർ 1 എന്നുള്ള റെഗുലർ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ആ എക്സാം രജിസ്ട്രേഷൻ്റെ അതിലേക്ക് നിങ്ങൾ റീട്രൈ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ എല്ലാ സബ്ജക്റ്റുകളും അവിടെ വരുന്നുണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്യുക. നിങ്ങൾക്ക് 8 സബ്ജക്റ്റാണുള്ളത്. 8 സബ്ജക്റ്റ് പ്രാക്ടിക്കലും അതുപോലെ തിയറി അടക്കം 8 സബ്ജക്റ്റുകളാണുള്ളത്. ആ 8 സബ്ജക്റ്റുകളും വരുന്നുണ്ടെങ്കിൽ അതിൽ കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടിന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ റെഗുലർ ഫീ ആയ 330 രൂപ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രൊസീഡ് ടു പേയ്മെൻറ്റിലേക്ക് പോകാൻ പറ്റും. പ്രൊസീഡ് ടു പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നെറ്റ് ബാങ്കിങ്, അതുപോലെ നെറ്റ് ബാങ്കിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാങ്കിൽ വഴിയുള്ള നെറ്റ് ബാങ്കിങ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുകയാണെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി നിങ്ങൾക്ക് ഫീ അടക്കാൻ പറ്റും. നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉള്ള സ്റ്റുഡൻസ് അതുവഴി തന്നെ ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ 1 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് അതിൽ എൻ്റർ ചെയ്താൽ മതി. കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഏത് കാർഡാണോ ആ കാർഡിൻ്റെ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡീറ്റെയിൽസ് കാർഡിൻ്റെ നമ്പർ, കാർഡിൻ്റെ ഹോൾഡർ ആരാണ് കാർഡ് ഹോൾഡർ നെയിം കൊടുക്കുക, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് പേ നൗ അടിക്കുക. പേ നൗ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ കാർഡ് പേയ്മെൻറ്റ് പോലെ തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീനിലുള്ള ഒരു ഇത് ഡിസ്പ്ലേ വരും. അത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു PDF-ഉം ജനറേറ്റ് ചെയ്യും. ആ PDF നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ടീച്ചർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ ശ്രദ്ധിക്കുക, 24-ാം തീയതിയാണ് നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ